ഡിയർ സ്റ്റുഡൻസ്, നമ്മൾക്കിന്ന് ഒരു BRSൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. കുറച്ച് ഈസി ആയിട്ട് ഒരു BRSനെ പ്രിപ്പയർ ചെയ്യാം, ബാങ്ക് റിക്കവറി സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് തരുന്ന ഇൻഫർമേഷൻസ് പറയുന്നത് നമ്മളുടെ ക്യാഷ് ബുക്ക് ബാലൻസ് 15,200. അതുപോലെ തന്നെ ഓൺ ദ സെയിം ഡേറ്റ് ഹിസ് ബാങ്ക് പാസ്ബുക്ക് ബാലൻസ് എ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ₹19,850. അപ്പോൾ നമ്മൾ BRS പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് പറഞ്ഞാൽ ഗുഡ് ബാലൻസ്, അതായത് ഓവർ ഡ്രാഫ്റ്റ് അല്ല. അതുപോലെ തന്നെ നമ്മുടെ പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് അതും ഗുഡ് ബാലൻസ് ആണ്, ഓവർ ഡ്രാഫ്റ്റ് അല്ല. അതായത് നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ക്യാഷ് ബുക്ക് ബാലൻസ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആവും. അതുപോലെ തന്നെ പാസ്ബുക്ക് ബാലൻസ് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആവും. നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ഈ BRSൻ്റെ പ്രിപ്പറേഷൻ പലരും പല രീതിയിൽ കുറച്ച് ഈസി ആയിട്ട് പറയുന്നുണ്ട്, പല ട്രിക്കുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രിക്കൊന്നുമല്ല, നമുക്ക് കുറച്ച് ഈസി ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്കതിൽ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 ബാലൻസ് എന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് സ്റ്റാർട്ട് ചെയ്താൽ കിട്ടാൻ പോകുന്ന ആൻസർ പാസ്ബുക്ക് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പാസ്ബുക്ക് എടുത്ത് തുടങ്ങിയാൽ അതിൻ്റെ ആൻസർ ക്യാഷ് ബുക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മളിപ്പോൾ 15,200 വെച്ച് തുടങ്ങിയാൽ കിട്ടേണ്ട ആൻസർ ഈ പാസ്ബുക്ക് ബാലൻസായ 19,850 കിട്ടണം. അല്ലെങ്കിൽ നിങ്ങൾ 19,850 വെച്ച് തുടങ്ങിയാൽ കിട്ടേണ്ട ആൻസർ 15,200 ആയിരിക്കും. അത് നമുക്ക് സാധാരണ ക്വസ്റ്റ്യനിൽ ഒരു ബാലൻസ് മാത്രം തരുമ്പോൾ നമ്മൾ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, ഫൈനൽ ആൻസർ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിൽ 2 ബാലൻസ് നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ബാലൻസ് പറയുന്നത് നമ്മൾക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് 15,200, അത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കാണ് തുടങ്ങുന്നതെങ്കിൽ കിട്ടുന്ന ആൻസർ പാസ്ബുക്ക് ആയിരിക്കും, പാസ്ബുക്കാണ് തുടങ്ങുന്നതെങ്കിൽ കിട്ടുന്ന ആൻസർ ക്യാഷ് ബുക്ക് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് നോട്ട് ചെയ്തു. ദെൻ ഇവിടെ ആഡ്, ദെൻ നെക്സ്റ്റ് ലെസ്സും കൊടുത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ ആദ്യം കിട്ടുന്ന ബാലൻസ് നമ്മളൊരു ബേസ് ബാലൻസ് നമ്മളിവിടെ നോട്ട് ചെയ്തു, അതായത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് നമ്മൾ വെച്ച് തുടങ്ങാൻ പോകുന്നത്. അടുത്തത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ക്യാഷ് ബുക്കാണ് തുടങ്ങുന്നതിൽ ആൻസർ പാസ്ബുക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് സൈഡിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പാസ്ബുക്ക് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പാസ്ബുക്കാണ്. ഇനി കുട്ടികൾ ചെയ്യേണ്ടത് അസ്യൂം ചെയ്യുക, നമ്മൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഒരേ എമൗണ്ട് ഉണ്ട്, അതായത് രണ്ടിലും സെയിം എമൗണ്ട് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും അനലൈസ് ചെയ്യണം. ആ ട്രാൻസാക്ഷൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മൾക്ക് വേണ്ട റിസൾട്ട്, അതായത് നമ്മൾ കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് പാസ്ബുക്കാണ്. ആ പാസ്ബുക്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അത് കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്യാഷ് ബുക്ക് ബാലൻസിലൂടെ ആഡ് ചെയ്യുക. അതേസമയം ആ പാസ്ബുക്ക് ബാലൻസ് കുറയുകയാണെങ്കിൽ അത് മൈനസ് ചെയ്യാം. അതാണ് ഇവിടുത്തെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഇപ്പോൾ ഈ ക്വസ്റ്റിന് 2 ബാലൻസുകളും നമുക്ക് ഏതൊരെണ്ണം സെലക്ട് ചെയ്യാം. ഇതാദ്യം ബേസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് ക്യാഷ് ബുക്ക് എടുത്തു. അപ്പോൾ അത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് നോട്ട് ചെയ്ത് വെച്ചു. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആഡ് ലെസ് ഒക്കെ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് നമ്മൾ അസ്യൂം ചെയ്യണം രണ്ടിലും ഒരേ ബാലൻസാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സൈഡിൽ വെറുതെ നോട്ട് ചെയ്തിട്ട് പാസ്ബുക്ക് ബാലൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ട്രാൻസാക്ഷനും അനലൈസ് ചെയ്തിട്ട് ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ കണ്ടുപിടിക്കേണ്ട ബാലൻസ്, അതാണ് ഇവിടുത്തെ പാസ്ബുക്ക്, ആ കണ്ടുപിടിക്കേണ്ട ബാലൻസ് കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കൂട്ടണം. കുറയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളതിനെ കുറയ്ക്കും, മൈനസ് ചെയ്യും. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഓരോ ട്രാൻസാക്ഷൻ നമുക്ക് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെക്ക് ഫോർ ₹3,200 issued to Vivek and Sons on 25th March 2016 was not presented at the bank. അതായത് നമ്മൾ വിവേക് ആൻഡ് സൺസിന് കൊടുത്തൊരു ചെക്ക് അവർ ബിസിനസ് കൊടുത്ത ചെക്കാണ് അല്ലേ. ബിസിനസ് ചെക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ബിസിനസ് കൊടുത്ത ഒരു ചെക്ക് കൊടുത്തിട്ട് ആ ചെക്ക് അവർ ബാങ്കിലേക്ക് പൈസ എടുക്കാൻ വേണ്ടി അവർ ബാങ്കിലേക്ക് ആ ചെക്ക് കൊണ്ട് എത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞിട്ടില്ല. അതായത് ബാങ്കിൽ നമ്മളുടെ റെക്കോർഡിക്കലായിട്ടുള്ള എമൗണ്ട് അവിടെ ഒന്നും കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ഇനി നോക്കേണ്ടത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബാലൻസ് എന്താണോ അത് കൂടുകയാണോ കുറയുകയാണോ, അത് കൂടുകയാണെങ്കിൽ കൂട്ടുക, കുറയുകയാണെങ്കിൽ കുറയ്ക്കുക. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലായി ചെക്ക് കൊണ്ടുവരുന്ന പൈസ എടുത്തിട്ടില്ല, ദാറ്റ് മീൻസ് അവിടുത്തെ ബാലൻസ് കൂടിക്കിടക്കുകയാണ്. സോ ആഡ് ദിസ് എമൗണ്ട്. സോ പിന്നെ നോട്ട് ചെയ്തു ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്, അത് നമ്മൾ ആഡ് ചെയ്യാൻ പോയാണ്. സെക്കൻഡ് ട്രാൻസാക്ഷൻ ചെക്ക് റിസീവ്ഡ് ഫ്രം ഹമീദ്. നമ്മൾക്കൊരു 1,800 ചെക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതെന്താണ്, ഇസ് നോട്ട് യെറ്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ്. അത് ചെക്ക് നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമ്മളത് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ചെക്ക് അവർ ബാങ്ക് കളക്ട് ചെയ്ത്
നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ അവർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ എമൗണ്ട് ബാങ്ക് കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല, അതായത് പാസ്ബുക്കിലേക്ക് ഈ എമൗണ്ട് വന്നിട്ടില്ല. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുക, നമുക്ക് വേണ്ട റിസൾട്ട് പാസ്ബുക്ക് ബാലൻസ് ആണ്, അതിലേക്ക് ഈ എമൗണ്ട് വന്നിട്ടില്ല. ദാറ്റ് മീൻസ് പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ എമൗണ്ട് അവിടെ നിന്ന് കുറയ്ക്കുക. അപ്പോൾ ഞാനിവിടെ നോട്ട് ചെയ്തു, ലെസ് ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് കളക്റ്റഡ് 1800. മൂന്നാമത്തെ ഐറ്റം, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് ഇൻ ദ പാസ്ബുക്ക്. അതായത് നമ്മുടെ പാസ്ബുക്കിലേക്ക് നമ്മളുടെ ഇൻട്രസ്റ്റ്, ആ ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി പാസ്ബുക്ക് ബാലൻസ് കൂടി. അപ്പോൾ കൂടിയാൽ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കാൻ റിസൾട്ട് പാസ്ബുക്കാണ്, അത് കൂടിയപ്പോൾ അത് കൂട്ടുക, ആഡ് ചെയ്യുക. സോ ആഡ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് 850. അപ്പോൾ പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട അർത്ഥം എന്ന് പറഞ്ഞാൽ പാസ്ബുക്ക് കൂടുമ്പോഴാണ് പാസ്ബുക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾക്കറിയാം, ഇപ്പോൾ നമ്മളുടെയൊക്കെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും എമൗണ്ടുകൾ വന്നു നമുക്കൊരു മെസ്സേജ് വരും അല്ലേ, നമുക്ക് അതിനകത്ത് യുവർ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. അത് നമ്മുടെ പാസ്ബുക്ക് ബാലൻസ് കൂടുമ്പോൾ അത് ക്രെഡിറ്റ് എന്ന് പറയും. അതേസമയം നമ്മളിപ്പോൾ ഗൂഗിൾ പേ വെച്ച് എന്തെങ്കിലും പേയ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് അടുത്ത മെസ്സേജ് വരും, യുവർ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. സോ എത്ര എമൗണ്ട്സ് നമ്മൾ ഡെബിറ്റ് ചെയ്യുമെന്ന് കാണിക്കും. അപ്പോൾ പാസ്ബുക്കിൽ ഒരു എമൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, അത് കുറയുന്നതാണ്. ക്രെഡിറ്റ് ചെയ്യുന്നതാണ് പാസ്ബുക്ക് ബാലൻസ് കൂടുന്നതാണ്. ഫോർത്ത് ഐറ്റം, സജിത്തെ കസ്റ്റമർ ഡയറക്റ്റ്ലി റെമിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. അതായത് സജിത്ത് നേരിട്ട് തന്നെ പൈസ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ്. ദാറ്റ് മീൻസ് നമുക്ക് വേണ്ട റിസൾട്ട് പാസ്ബുക്കാണ്, അത് കൂട്ടുക. സോ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ എ കസ്റ്റമർ. അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ എടുക്കുന്ന ബാലൻസ്, ഇപ്പോൾ ഈ ക്വസ്റ്റിന് രണ്ടുള്ളതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും സെലക്ട് ചെയ്യും. അതായത് നമുക്ക് സാധാരണ കേസിൽ ഒരു ബാലൻസ് ഉള്ളൂ, അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് തരുന്ന ബാലൻസ് ക്യാഷ് ബുക്ക് ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് പാസ്ബുക്ക് ആയിരിക്കും. അടുത്ത അസംഷൻ നമ്മൾ സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം, ഏതാണ് റിസൾട്ട്, നമുക്ക് ഏത് കണ്ടുപിടിക്കണം. പിന്നെ മനസ്സിലാക്കി വെച്ചോ, നമുക്ക് രണ്ടിലും ഒരേ ബാലൻസ് അങ്ങനെ അസ്യൂം ചെയ്യാം. എന്നിട്ട് ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ബാലൻസ്, അതായത് നമ്മുടെ റിസൾട്ട് കൂടുകയാണെങ്കിൽ ഈ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യണം, അത് കുറയുവാണെങ്കിൽ മൈനസ് ചെയ്യുക. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഈ 15 to 100 കൂടെ നമ്മളുടെ ഈ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുക. അതിൽ നിന്നും നമ്മുടെ മൈനസുള്ള ഐറ്റംസ് മൈനസ് ചെയ്യുക, 1800 മൈനസ് ചെയ്യുക. നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ലെസ്സുള്ള ഐറ്റമിൽ നിന്ന് മൈനസ് ചെയ്യപ്പെടുന്ന റിസൾട്ട് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 19,850. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ബാലൻസിനെ ആദ്യം നോട്ട് ചെയ്യുക, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് നോട്ട് ചെയ്തു. ദെൻ സൈഡിൽ നോട്ട് ചെയ്തിട്ടേക്കുക, വേണ്ട റിസൾട്ട് എന്ന് വെച്ചാൽ നോട്ട് ചെയ്തിട്ടേക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ആഡ് ലെസ് കൊടുക്കുക. ദെൻ എന്നിട്ട് ഓരോ ട്രാൻസാക്ഷൻസും അനലൈസ് ചെയ്യാം. ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ റിസൾട്ട്, നമ്മുടെ റിസൾട്ട് ബാലൻസ് അത് കൂടുകയാണെങ്കിൽ ആഡ് ചെയ്യണം, അത് കുറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ പാസ്ബുക്കിലെ ഐറ്റംസ് പറയുമ്പോൾ പാസ്ബുക്ക് ഐറ്റംസ് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ പാസ്ബുക്കിൽ എപ്പോഴും ക്രെഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഡെപ്പോസിറ്റ് ബാലൻസ് കൂടുമ്പോൾ പാസ്ബുക്കിൽ ക്രെഡിറ്റ് വരും, നമ്മുടെ ബാലൻസ് കുറയുമ്പോൾ അതിലേക്ക് ഡെബിറ്റ് വരും. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. സോ ഒന്നുകൂടി പറയാം, അത് ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഫോർമാറ്റ് എടുക്കുക. ദെൻ ഫസ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ബാലൻസ് എടുക്കുക. 2 ബാലൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ ക്യാഷ്, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ 2 ബാലൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ക്യാഷ് ബുക്ക് തുടങ്ങി, റിസൾട്ട് ക്വസ്റ്റ്യൻ പറയുന്ന പാസ്ബുക്ക് കിട്ടണം. ഇനി ഒരു ബാലൻസ് മാത്രം ക്വസ്റ്റ്യൻ ഉള്ളെങ്കിൽ നമ്മൾക്ക് ഏതാണ് തന്നിരിക്കുന്ന ബാലൻസ് അതെടുക്കുക. അടുത്ത സ്റ്റെപ്പായിട്ട് സൈഡിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക റിസൾട്ട് ഏതാണെന്നുള്ളത്. ദെൻ ആഡ് ലെസ്. ദെൻ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഓരോ ട്രാൻസാക്ഷനും മനസ്സിലാക്കുക, അത് അനലൈസ് ചെയ്തിട്ട് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട റിസൾട്ട് അത് കൂടുകയാണെങ്കിൽ നമ്മളുടെ ഈ ബാലൻസിൻ്റെ കൂടെ ആഡ് ചെയ്യുക അതെല്ലാം. എന്നിട്ട് അതിൽ നിന്നും ഇനി നമ്മുടെ ഓരോ ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട റിസൾട്ട് കുറയുവാണെങ്കിൽ ആ ഐറ്റം ഇതിൽ നിന്നും മൈനസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്യാഷ് ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ ആൻസർ പാസ്ബുക്ക് ആയിരിക്കും, പാസ്ബുക്കിൽ തുടങ്ങിയ ആൻസർ ക്യാഷ് ബുക്ക് ആയിരിക്കും. ഇനി അടുത്തൊരു കേസ് തോന്നുന്നത് നമുക്കിതിൽ ഈ തന്നിരിക്കുന്ന ഇപ്പോൾ ഇത് ഗുഡ് ബാലൻസ് ആണ്, ചിലപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് തരാം. അങ്ങനെയാണെങ്കിൽ ഒരു ഈസി വേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കേസിൽ നമ്മൾ സാധാരണ കേസിൽ ചെയ്യുന്നത് നമുക്കതിൻ്റെ ഒരു സിമ്പിൾ വേ ഉണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ബേസ് ബാലൻസ് എടുക്കുക, ദെൻ ആഡ് ലെസ്, ദെൻ സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുക കിട്ടേണ്ട റിസൾട്ട്. ദെൻ ഓരോ ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ട റിസൾട്ട് കൂടുകയാണെങ്കിൽ ആഡ് ചെയ്യുക, കുറയുകയാണെങ്കിൽ മൈനസ് ചെയ്യുക.